ചേട്ടാ ഈ പ്ലേ സ്റ്റോർ ക്ലിനിക്ക് തുടങ്ങിയിട്ട് ആരെയും കാണുന്നില്ലല്ലോ. ഒരു ആപ്പല്ല വരുന്നേ. ആപ്പേ മോനെ കേറി വാ. എന്ത് പറ്റുന്ന കാര്യം പറ തുറന്നു പറ. ഫ്രണ്ട്സിന് പൈസ കൊടുക്കുമ്പോ യാതൊരു മന്ദതയില്ല. അന്നേരം ഇല്ല. ഇല്ല കാശിന്റെ കഴപ്പ് എന്തോടൊക്കെ ഒന്നുമില്ല പറഞ്ഞു. പിന്നെ ഹോട്ടലിലൊക്കെ അത്യാവശ്യം പൈസ കൊടുക്കുമ്പോ ഫുള്ള് മന്ദതയാ. കഴപ്പ് കാണിക്കാൻ കുഴപ്പമില്ല, പക്ഷെ ആവശ്യത്തിന് ഉപകരിക്കുന്നില്ല. ഇല്ല എന്താണെന്നറിയോ, ഇതാണ് അൾഷീമേഴ്സിന്റെ നടക്കും. അൾഷീമേഴ്സിന്റെ മറവി വരുന്നുണ്ട് നിങ്ങൾക്ക്. പിന്നെ സ്ക്രാച്ച് കാർഡ് കൊടുക്കുന്നുണ്ട്, പക്ഷെ ക്യാഷ് ബാക്ക് കൊടുക്കുന്നില്ല. പക്ഷെ ഓഫർ കൊടുക്കുന്നുണ്ട്. ഈ ലോകത്തൊന്നും ഇല്ലാത്ത ആപ്പിന്റെ ഓഫർ. ഇത് മാറാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? വലിയ അസുഖമാണല്ലോ ഇത്. ഇതിപ്പോ മാറണമെങ്കിൽ ഒരു ഗുളികയുണ്ട്, അൺഇൻസ്റ്റാളോ ഡോളോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് ആൾക്കാർ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോ ഈ കഴപ്പങ്ങ് മാറിക്കോളും. ഈ ഗുളിക രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഓരോന്ന് വെച്ച് കഴിക്കാം. എന്നിട്ട് 3 ആഴ്ച കഴിഞ്ഞിട്ട് വന്ന് കണ്ടാൽ മതി കേട്ടോ. മാറും ഉറപ്പാണ്. അൺഇൻസ്റ്റാളോ മാനോ ഡോളോ. ശരിയാണ്. നെക്സ്റ്റ് പേഷ്യന്റ്. മോനെ കേറുവോ പറ മോനെ, എന്ത് പ്രശ്നം? അതായത് സാറ് നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, ആപ്പ് നല്ല രീതിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പ്രോഡക്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ അടക്കം വായിച്ചു നോക്കിയിട്ട് അവര് നോക്കത്തുള്ളൂ. പക്ഷേ ഇവരാരും സാധനങ്ങൾ പർച്ചേസ് ഇല്ല. ഒന്നെങ്കിൽ ആഡ് ടു കാർട്ട് അല്ലെ വിഷ് ലിസ്റ്റിലോട്ട് എടുത്തിടുക. ആരും പർച്ചേസ് ചെയ്യുന്നില്ല സാറേ. സാധനങ്ങൾ ആരും മേടിക്കുന്നില്ല. ഓഫർ വല്ലതും കൊടുത്തു നോക്കിയായിരുന്നു? എന്റെ പൊന്നോ, ഇഷ്ടം പോലെ ഓഫർ. ബിഗ് ബില്യൺ സെയിൽ ചുമ്മാ ഓഫർ കൊടുക്കുവായിരുന്നു. അന്നത്തും ആരും ഒന്നും മേടിക്കുന്നില്ല. എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ കൊല്ലം സ്റ്റൈൽ നോക്കണം. കൊല്ലം സ്റ്റൈൽ അതെന്താ സാറേ? അതായത് 10 ഷഡ്ഡി 100, 10 സോക്സ് 100, 1 രൂപയ്ക്ക് ചെരുപ്പ്, അങ്ങനെ നോക്കിക്കൂടായോ? അത് വർക്കൗട്ട് ആകുമോ? വർക്കൗട്ട് ആകുമായിരിക്കുന്നു. ശ്വാസം വലിച്ചു പിടിച്ച് നല്ല പോലെ ചാവാറായി. ഓക്കെ, ഒരു മരുന്നുണ്ട് കേട്ടോ. അതായത് ഓഫറോമാനിയ ഡോളോ. ഇത് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഓരോന്ന് കഴിക്കാം. ഒരു ഇഞ്ചക്ഷൻ എടുക്കണം അപ്പുറത്ത് പോയിട്ട്. അവിടെ പോയിട്ട് ചേഞ്ച് ഉണ്ടോ? പേടിക്കണ്ട. ആമസോൺ വന്നായിരുന്നു, അവന് ഇതിനെ കൊടുത്തേ. കുഴപ്പമില്ല. ഇതാരാ? ഭൂതമോ? അയ്യോ സാറേ, ഞാൻ ഓയോയാ. എന്താ ഉറക്കം പറഞ്ഞ? എന്താ? അയ്യോ, പുറത്ത് പറയാൻ പറ്റത്തില്ല സാറേ. കുഴപ്പമില്ല, കാര്യം പറ, തുറന്നു പറ. സാറേ ഭയങ്കര വിഷയങ്ങളാ. എടാ, നിങ്ങൾ കാര്യം തുറന്നു പറഞ്ഞാലേ നമുക്ക് ഒരു ഇത് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. തുറന്നു പറഞ്ഞു, കുഴപ്പമില്ല. ഞാൻ സാറിന്റെ അടുത്ത് പറയാം. പറ സാറേ. ഭയങ്കര കരച്ചിലോ? മനസ്സിലായി. പറഞ്ഞു. എന്തോ ചെയ്യാനാ സാറേ, ഈ ദൈവത്തിന് വിളിയും ബഹളവും കരച്ചിലും കൊണ്ടൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല. ഒരു ഉപായം പറഞ്ഞാ സാറേ. ഓ, ദൈവത്തിന് വിളിയൊക്കെ ഉണ്ടല്ലേ? അപ്പൊ അറിവുള്ളവരാ. അപ്പൊ ഒരു ഉപായം വേണമല്ലേ? സാധാരണ ഈ വെക്കേഷൻ ടൈമൊക്കെ ആകുമ്പോൾ ഇതൊന്ന് കുറയേണ്ടതാണ്. സ്കൂളും കോളേജൊക്കെ അടയ്ക്കുമല്ലോ. അല്ലെ പിന്നെ ഒരു മാർഗം ഉണ്ട്. അതായത് ഈ ക്യാമറ പവർ എക്സ്ട്രാ എന്ന ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞതൊക്കെ മാറും. അതായത് ഈ ക്യാമറ നമ്മുടെ റൂമിലുണ്ടെന്ന് പറഞ്ഞ് പരത്തുക. അന്നേരം പിന്നെ ഈ നിലവിളിയും മറ്റേ ദേവവിളിയൊക്കെ മാറിക്കോളും. അങ്ങനെ സിസ്റ്ററെ, ഒരു ക്യാമറ പവർ എക്സ്ട്രാ ഇവിടെ കേട്ടോ. ഇതൊക്കെ മാറ്റി, കുഴപ്പമൊന്നുമില്ല. ശരി ഡോക്ടർ, വലിയ ഉപകാരം. ഓക്കെ. നെക്സ്റ്റ് പേഷ്യന്റ് പ്ലീസ്. ഇരിക്കും മോനെ. എന്ത് പറ്റുന്ന കാര്യം പറ, തുറന്നു പറ. സാർ, ഞാൻ എന്ത് പറഞ്ഞാലും നാക്ക് പിഴച്ചു പോവാ സാറേ. നാക്ക് പിഴയ്ക്കാനാ? ഞാൻ മനസ്സിൽ പോലും ആലോചിക്കാത്ത പല മെസ്സേജുകളും സാറേ ആൾക്കാർക്ക് പോകുന്നു. എക്സാമ്പിൾ. അതായത് ഈ പ്രായമായ അപ്പൂപ്പനും അമ്മമാർക്കൊക്കെ ഈ കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുവല്ലേ, ഒരു കുഴിമന്തി എടുക്കട്ടെ എന്നൊക്കെ മെസ്സേജ് പോകും. വേറെ ഉണ്ട്, ഈ കൊളസ്ട്രോൾ വന്ന് ചാവാൻ കിടക്കുന്നതിന്റെ അടുത്തൊക്കെ ഒരു മീൻ വറുത്തത് എടുക്കട്ടെ, ഒരു ചിക്കൻ വറുത്തത് എടുക്കട്ടെ, ഒരു ബീഫ് ഫ്രൈ ആയാലും ഇങ്ങനൊക്കെയാ സാറേ മെസ്സേജ് പോകുന്നത്. ഇച്ചിരി കൂടി അറിയാണല്ലോ മോനെ. ഇതിനൊരു പരിഹാരം ഉണ്ടാ. പേരക്ക കഷായം എന്ന് പറയുന്ന കഷായമുണ്ട്. പേരക്ക കഷായം. അതെന്താ സാറേ? അതായത് പേരക്കമ്പ് വെച്ചിട്ട് ഇതിനെ കുരിച്ചിട്ട് ചന്തിക്ക് പടാടി എനിക്ക് പോണാ. അല്ലേ കുറെ പ്രാന്തന്മാർ ഇറങ്ങിക്കോളും ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട്. ഇവിടെ എനിക്ക് തന്നെ വട്ട് പിടിച്ചിരിക്കുക. അപ്പോഴാ നെക്സ്റ്റ് പേഷ്യന്റ് പ്ലീസ്. സിസ്റ്ററെ, അടുത്ത ആരാന്ന്? ഗൂഗിൾ മാപ്പ്. എന്തേ കാണിക്കുന്നു? സിസ്റ്ററെ, ഇതെന്തോ ഇത്? സാറേ, പുള്ളിക്കാരൻ ഗൂഗിൾ മാപ്പ് വഴി നോക്കി വരുവാ. ഇന്നെങ്ങാണെങ്കിൽ വരൂ. ഇപ്പൊ വരും. 6 മണിക്ക് കൊച്ചിനെ കൊണ്ട് പോകാനുള്ള കറങ്ങാൻ വേണ്ടി. എത്തിയില്ല ഇതുവരെയായിട്ടും.
എന്തുകൊണ്ടത്? അയ്യോ ഞാൻ ഗൂഗിൾ മാപ്പ് ഞാൻ എളുപ്പവഴി നോക്കി പറഞ്ഞ ചേട്ടാ. നല്ല എളുപ്പവഴി. ആ പ്രശ്നം പറ, എന്ത് കുഴപ്പം എന്തുവാ? അത് ഈ ഇടയായിട്ട് ഞാൻ പറയുന്ന മൊത്തം അബദ്ധങ്ങളാ. എന്ത് പറ്റി? എന്താന്ന് വെച്ചാൽ ഈ അടുത്തിടയ്ക്ക് നമ്മുടെ ഈ തിരുവല്ലയില് ഒരു പുള്ളിക്കാരൻ ഞാൻ വഴി പറഞ്ഞു കൊടുത്ത്. ഇനി പുള്ളിക്കാരൻ പോയതിന്റെ പ്രശ്നമാണോ ഞാൻ പറഞ്ഞു കൊടുത്ത പ്രശ്നം അറിയില്ല. പുള്ളിക്കാരൻ ചെന്നെത്തിയത് അവസാനം ഒരു പുഴയ്ക്കാത്ത എന്തുവാന്ന് എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ പല പല ഇൻസിഡന്റ് ഉണ്ട്. ഈ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് ഞാൻ ഊട്ടി പോയി വഴി പറഞ്ഞു കൊടുത്തു. പുള്ളിക്കാരൻ എങ്ങോട്ടാ പോയത്? നേരെ കൊക്കയ്ക്കകത്തോട്ട് ആ കിടക്കുന്നു. ഇങ്ങനെ എത്ര സംഭവങ്ങള്. ഇതൊന്നും മാറ്റാൻ വല്ല വകുപ്പും ഉണ്ടോ? പരിഹാരമുണ്ട്. റോഡിന്റെ ഓപ്പോസിറ്റ് ഐ ക്ലിനിക് ഉണ്ടോ? അവിടെ ചെല്ലുക, കണ്ണ് ടെസ്റ്റ് ചെയ്യുക, ഒരു കണ്ണാടി മേടിച്ച് വെക്കുക. അത്രേ ഉള്ളൂ. എന്റെ കണ്ണിനകത്ത് മാറും. ഞാൻ പോയിട്ട് വരട്ടെ. Okay. വലിയ ഉപകാരം. ശരി. എവിടെ പോവാ? ഐ ക്ലിനിക്കില്. എടാ അവിടെ ഐ ക്ലിനിക്ക്. അല്ല ഇതുവഴി പോയി 2 കിലോമീറ്റർ കുറവാ. ഇതുവഴി പോ. പോ. 2 കിലോമീറ്റർ എടുത്ത് വെച്ചാൽ മതി. കറങ്ങിപ്പോ 2 കിലോമീറ്റർ. നെക്സ്റ്റ് പേഷ്യന്റ്. നെക്സ്റ്റ് പേഷ്യന്റ് ഇല്ല, ഇന്നത്തെ കഴിഞ്ഞ ഡോക്ടറെ. കഴിഞ്ഞോ? രക്ഷപ്പെട്ട്. എനിക്ക് കൊച്ചിനെ വിളിക്കാൻ വേണ്ടി പോണം. ശരി എന്നാ. അപ്പൊ ഞാൻ ക്ലിനിക് എടുക്കട്ടെ. ഓക്കെ, കടച്ചോ. 50 രൂപ രാവണന് കൊടുക്കാനുണ്ട്, അതങ്ങ് കൊടുത്തേക്കാം. ഡോക്ടറെ എന്നെ മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായി. ഗൂഗിൾ പേ മനസ്സിലായി. ശരി കേട്ടോ. പോവാ സാറേ. എന്റെ അസുഖമൊക്കെ മാറിയത് മൊത്തം മാറിയോ? മൊത്തം മാറി. പൈസ ഇപ്പം സെൻഡ് ആവുന്നുണ്ട്. സെന്റ് ആവുന്നുണ്ട്. രക്ഷപ്പെട്ടല്ലോ. രക്ഷപ്പെട്ടു. പിന്നെ എന്റെ സന്തോഷം വാ, നമുക്കൊരു കടയിൽ നിന്ന് ഒരു വെള്ളം കുടിച്ചിട്ട് പോവാം. അല്ല, വെള്ളം ഒന്നും വേണ്ട. വേണ്ട. അല്ല, വേണ്ടോ? എന്റെ സന്തോഷത്തിന് വേണം സാറേ. ഒരു വെള്ളം കുടിച്ചിട്ട് പോവാണ്. എന്റെ സന്തോഷം വലിയ വലുത്. വാ സാറേ, കേറി വാന്നേ. ചേട്ടാ 2 ബക്സ് നാരങ്ങളുള്ളൂ. ഒന്നും വേണ്ട. എന്റെ പൈസ ഇല്ല. എന്റെ പൈസ കൊണ്ട് ഞാൻ സെൻഡാക്കിക്കോളാന്ന്. ആകുന്നു ഇല്ല. സാറേ അങ്ങോട്ട് കഴിക്കുക സാറേ. പൈസ എന്റെ ഇല്ല, കൊടുക്കാൻ പറ്റൂടെ അവസാനം? വേണ്ട, ഇപ്പം തന്നെ പൈസ കഴിച്ചേ. അത് മതി. ചേട്ടാ എത്ര ആയിരുന്നു? ഓക്കെ സാറേ. അയച്ചിട്ടുണ്ട്. ഇത് മതി. ഓക്കേ, വളരെ സന്തോഷം. ഇറങ്ങാം ചേട്ടാ. ഇറങ്ങുവാണ് അങ്ങോട്ട്. അല്ല മോനെ, പൈസ പൈസ വന്നല്ലോ, അയച്ചല്ലോ. അല്ല ഇവിടെ വന്നിട്ടില്ല. അയ്യോ സാറേ, നമുക്ക് 2 എപ്പിസോഡ് കഴിച്ചാലോ? എന്റെ ഇനി പപ്സ് കഴിക്കുന്നത്? അതെ, പൈസ എന്താ ഒരു 12 മണിക്കൂർ എടുക്കും. അമ്മുക്ക് ടുമ്മുകൾ അമാൾ ഡുമാൾ